എനിക്കെന്തോ നിന്നെ വല്ലാതെ മിസ് ചെയ്യുന്നു. എനിക്കും ചിലപ്പോഴൊക്കെ നിന്നെ മിസ് ചെയ്യാറുണ്ട്. മോളെ അങ്കിൾ ദിയമോക്ക് ചോക്ലേറ്റ്. മോൾക്ക് ചോക്ലേറ്റ് ഒന്നും വേണ്ട. ആ വൃത്തികെട്ട വിക്രമിന്റെ പണം കൊണ്ട് വാങ്ങിച്ചതൊന്നും എന്റെ മോൾക്ക് വേണ്ട. വന്ദനെ, എന്ത് വൃത്തിയാണ് നീ കാണിച്ച്? ഞാൻ ദിയമോൾക്ക് വാങ്ങിക്കൊണ്ട് വന്ന ചോക്ലേറ്റാ നീ ഇപ്പൊ എറിഞ്ഞത്. ഇത് വളരെ ചീപ്പായി പോയി. ഞാൻ ചെയ്താണോ ചീപ്പ്? ആ വിക്രമനെ പോലെ നെറുകെട്ട് ഒരുത്തന്റെ ചിങ്കിടിപ്പണി ചെയ്യുന്നത് ചീപ്പല്ലേ? വന്ദനെ, നിനക്ക് വിക്രമനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാ. വിക്രം അത്ര വൃത്തികെട്ടവനൊന്നുമല്ല. അത് ജഗന്. എനിക്ക് മാത്രമല്ല, നിന്റെ അനിയത്തി വർഷയ്ക്കുമൊക്കെ വിക്രം പ്രിയപ്പെട്ടവനാ. ജഗന്റെ കാര്യം പറയുമ്പോ അത് മറ്റൊരാളിലേക്ക് വലിച്ചഴിക്കുന്നത് ജഗന്റെ രാഷ്ട്രീയ ബുദ്ധിയായിരിക്കും. വന്ദനെ, മതി. നമുക്ക് ഈ വിഷയം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഉത്തരം മുട്ടുമ്പോ സംസാരം അവസാനിപ്പിക്കണം അല്ലേ? ജഗ, പണം ഉണ്ടാക്കണമെങ്കിൽ ശരീരാണെങ്കിൽ നന്നായിട്ട് പണിയെടുത്ത് പണം ഉണ്ടാക്കണം. അല്ലാതെ മനുഷ്യനെ കൊല്ലുന്ന കഞ്ചാവും മയക്കുമരുന്നൊന്നും വിറ്റിട്ടല്ല ആണുങ്ങൾ കാശുണ്ടാക്കുന്നത്. വന്ദനെ, നോക്കിയും കണ്ടും വേണം വാക്കുകൾ ഉപയോഗിക്കാൻ. ഞാനേ ഒരാളുടെ മയക്കുമരുന്ന് വിൽക്കാൻ പോയിട്ടില്ല. എന്നെ കൊണ്ട് വിക്രം അത് ചെയ്യിപ്പിച്ചിട്ടുമില്ല. ഇല്ലാത്ത കാര്യങ്ങൾ മെനഞ്ഞുണ്ടാക്കി പറഞ്ഞാ ചിലപ്പോ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്താ എന്താ എന്നെ ഇങ്ങ് കൊല്ലോ? കൊല്ലും കൊലക്കേട്ട് നടക്കുന്നവന്റെ കൂടെ നടന്നാ ഇനി അതും പ്രതീക്ഷിക്കണം. എന്താ എന്താ ഇവിടെ? അച്ഛമ്മ, എനിക്ക് പേടിയാവുന്നു. വന്ദനമ്മയും ജഗനങ്ങളും കൊള്ളാം. ഇതിന്റെ കൂടെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. ഈ വീട്ടിൽ അടി കൂടാത്ത രണ്ടുപേരും കൂടി അടിയായിപ്പോ. ഇനി എന്ത് വേണം? എല്ലാം ആയില്ലേ? ഇതൊന്നും കണ്ട് എന്റെ മോള് പേടിക്കണ്ട. പരസ്പരം അടിക്കോ തല്ലിക്കൊല്ലോ എന്താന്ന് വെച്ചാ അയക്കോ. ഇതൊക്കെ കാണാനാണോ ഞങ്ങളെ കെട്ടിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? സോറി അമ്മേ. വാ മോളെ, വാ. പക്ഷേ ഇനി ടാബ്ലറ്റ് ഒക്കെ വേണോ? പിന്നെ ഇതൊക്കെ കൃത്യമായിട്ട് കഴിക്കുന്നോണ്ടാ ഇത്ര പെട്ടെന്ന് ആൾ ഉഷാറായത്. കഴിച്ചേ. പക്ഷേ എനിക്കൊരു വീഴ്ച പറ്റുമ്പോ ഇങ്ങനെ കരുതലോടെ ശുശ്രൂഷിച്ച് കൂടെ നിൽക്കാൻ ഒരു പെണ്ണുണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടേയില്ല. ഒരു പക്ഷേ വർഷയുടെ സ്ഥാനത്ത് ആരാണെങ്കിലും ഞാൻ ഇത്ര പെട്ടെന്ന് റിക്കവർ ചെയ്യില്ല. കൈ നല്ല വേദനയുണ്ട്. ആ കുഴമ്പിട്ടൊന്ന് മസാജ് ചെയ്ത് തരുമോ? അതിലെന്താ, ടാബ്ലറ്റ് കഴിച്ചതല്ലേ ഉള്ളൂ. ഒരു 2 മിനിറ്റ് കഴിയട്ടെ, അപ്പോഴേക്കും ഞാൻ മസാജ് ചെയ്ത് തരാം.
വർഷയെ വീണ്ടും ജീവിതത്തിലേക്ക് ക്ഷണിച്ചത് തെറ്റാണോ എന്നറിയില്ല. ഇപ്പോൾ വർഷയെ കാണാതെ ആ ശബ്ദം ഒന്ന് കേൾക്കാൻ വയ്യാന്നായി. ഒന്ന് വിളിച്ചാലോ? വർഷ, നിന്റെ ഫോണിലേ അടിക്കുന്നേ? ഏട്ടാ, ഞാനിപ്പോ മസാജ് ചെയ്യല്ലേ, ഏട്ടൻ എടുക്ക്. വർഷേ, ശ്യാമാണ്. ഹലോ വർഷ. ശ്യാം, വർഷ നീ എവിടെയാ? ഞാൻ വീട്ടിലാ. നല്ല ഹാപ്പി ആയിട്ട് പോകുന്നു. ഞാനത്ര ഹാപ്പിയല്ല. എനിക്കെന്തോ നിന്നെ വല്ലാതെ മിസ് ചെയ്യുന്നു. എനിക്കും ചിലപ്പോഴൊക്കെ നിന്നെ മിസ് ചെയ്യാറുണ്ട്. നീ ഫ്രീ ആണെങ്കിൽ ഇങ്ങോട്ട് വാ, നമുക്കിവിടെ സംസാരിച്ചിരിക്കാലോ. വിക്രം? ഇവിടെ വിക്രമേട്ടന് ഞാനും മാത്രമല്ലേ ഉള്ളൂ. ഞാൻ വരാം. പറ്റുമെങ്കിൽ നാളെ ആവട്ടെ. പക്ഷേ ഞാനിപ്പോ ഗാന്ധി പാർക്കിനടുത്ത് നിൽപ്പുണ്ട്. നമ്മളിടയ്ക്ക് പോവാറുള്ള പാർക്കിൽ. ഇവിടെ ഇരിക്കുമ്പോ നിന്റെ ഓർമ്മകളാ. ഞാനിവിടെ ഏട്ടന് മസാജ് ചെയ്ത് കൊടുക്ക. ഞാൻ പിന്നെ വിളിക്കാം.